നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 28ാമത്തെ കഥ ദരിദ്ര ബ്രാഹ്മണപുത്രൻ. വേതാളം വീണ്ടും വേറൊരു കഥ പറഞ്ഞു. അല്ലയോ മഹാരാജാവേ, പണ്ട് ചിത്രകൂടം എന്ന രാജ്യത്ത് രൂപദത്തൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം അശ്വാരൂഢനായി തനിയെ നായാട്ടിന് പുറപ്പെട്ടു. മൃഗയാവിനോദത്തിലുള്ള ആവേശം മൂലം അദ്ദേഹം കാനനാന്തർഭാഗത്തേക്ക് ബഹുദൂരം കുതിരയോടിച്ചു പോയി. അദ്ദേഹം 4 ചുറ്റും നോക്കി. തികച്ചും വിജനവും അപരിചിതവുമായ പ്രദേശം. വഴിതെറ്റിപ്പോയത് തന്നെ എന്ന് നിശ്ചയിച്ച് അദ്ദേഹം കുതിരയെ ഒരു വൃക്ഷകാണ്ഡത്തിൽ തളച്ച ശേഷം വിശ്രമത്തിനായി മരച്ചുവട്ടിൽ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ പരമസുന്ദരിയായ ഒരു യുവതി വനപുഷ്പങ്ങൾ ശേഖരിക്കുവാനായി അവിടെ എത്തി. പ്രഥമ ദർശനത്തിൽ തന്നെ അവളുടെ ദിവ്യ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ രാജാവ് അവളെ സമീപിച്ച് കുശലപ്രശ്നങ്ങൾ നടത്തി. അല്ലയോ കുമാരി, ഭവതി ആരാണ്? ഈ കൊടും കാട്ടിൽ ഒറ്റയ്ക്ക് വരാൻ ഹേതുവെന്ത്? ജന്മദേശം എവിടെ? പരിണീതയാണോ? ഭവതിയുടെ വിശ്വമോഹനമായ സൗന്ദര്യം എന്നെ ഘടാൽ ആകർഷിച്ചിരിക്കുന്നു. അപരാധം ക്ഷമിക്കണം. യുവതി മറുപടി പറഞ്ഞു. എൻ്റെ താമസം ഈ വനാന്തർഭാഗത്ത് തന്നെ. എൻ്റെ ബാല്യത്തിൽ തന്നെ അച്ഛനമ്മമാർ മരിച്ചുപോയി. എന്നെ എടുത്തു വളർത്തിയത് ഒരു വൃദ്ധ താപസനാണ്. അദ്ദേഹം അടുത്തുള്ള ആശ്രമത്തിൽ ഇരിപ്പുണ്ട്. എനിക്ക് അനുരൂപനായ ഒരു ഭർത്താവിനെ അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് പൂജയ്ക്കാവശ്യമുള്ള പൂക്കൾ ശേഖരിക്കുവാൻ വന്നതാണ്. ഇനി ഞാൻ പോട്ടെ. പൂജയ്ക്കുള്ള സമയമായി. രാജാവിനെ ഏറെ കണ്ണിട്ട് നോക്കി ലജ്ജാവൈവശ്യത്തോടുകൂടി അവൾ ആശ്രമത്തിലേക്ക് മടങ്ങുവാൻ തിടുക്കം കൂട്ടി. പക്ഷേ ഇതിനകം സമയമായിട്ടും സ്വപുത്രിയെ കാണായികയാൽ അക്ഷമനായി തീർന്ന താപസൻ അവളെ തിരക്കി അവിടെ എത്തിച്ചേർന്നു. രാജാവിനെ കണ്ട് അദ്ദേഹം ആദരപൂർവ്വം വണങ്ങി. രാജാവിൻ്റെ വിനീതമായ പെരുമാറ്റവും ഹൃദ്യമായ സംഭാഷണവും താപസനെ അത്യന്തം സന്തുഷ്ടനാക്കി. അദ്ദേഹം പറഞ്ഞു, അങ്ങയെപ്പോലെ എല്ലാ രാജാക്കന്മാരും ജ്ഞാനികളായിരുന്നെങ്കിൽ ഞാൻ അത്യന്തം സന്തുഷ്ടനായിരിക്കുന്നു. ഇഷ്ടവരം ചോദിച്ചുകൊള്ളൂ. രാജാവ് പ്രതിവചിച്ചു. അങ്ങ് എന്നിൽ അത്യന്തം സന്തുഷ്ടനായിരിക്കുന്നതിൽ ഞാൻ അനുഗ്രഹീതനാണ്. ഒരപേക്ഷയേ ഉള്ളൂ. അങ്ങയുടെ ഈ നിൽക്കുന്ന മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. താപസൻ തികഞ്ഞ സംതൃപ്തിയോടുകൂടി തൻ്റെ വളർത്തുമകളെ രാജാവിന് വിധിപ്രകാരം വിവാഹം കഴിച്ചു കൊടുത്ത് വധൂവരന്മാരെ ഹൃദയപൂർവ്വം അനുഗ്രഹിച്ചു. രാജാവും പത്നിയും കാനന അന്തർഭാഗത്തുണ്ടായിരുന്ന ഒരു ലതാഗ്രഹത്തിൽ പ്രവേശിച്ചു. ഇതിനകം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. അവരിരുവരും യഥേഷ്ടം പ്രേമസല്ലാപത്തിൽ മുഴുകിയിരുന്നതിനാൽ സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ സമയം അർദ്ധരാത്രിയോടടുത്തു. ക്രീഡാക്ഷീണം കൊണ്ട് രാജാവും വധുവും നിദ്രയിലാണ്ടുപോയി. തത്സമയം ഭയങ്കര രൂപനായ ഒരു രാക്ഷസൻ അലറിക്കൊണ്ടുവന്ന് രാജാവിനെ തട്ടി ഉണർത്തി. അല്ലയോ രാജാവേ, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങയുടെ ഭാര്യയെ പിടിച്ച് ഭക്ഷിക്കുന്നുണ്ട്. രാജാവ് അത്യന്തം ഭയാക്രാന്തനായി ദയനീയ സ്വരത്തിൽ യാചിച്ചു. അപ്രകാരം ഒരു കൊടിയ ക്രൂരത നിങ്ങൾ ഒരിക്കലും കാട്ടരുത്. അതിന് പകരമായി ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാൻ തയ്യാർ. രാക്ഷസൻ മറുപടി പറഞ്ഞു. 7 വയസ്സ് തികഞ്ഞ ഒരു ബ്രാഹ്മണ ബാലൻ്റെ ശിരസ് വെട്ടി എന്നെ ഏൽപ്പിക്കണം. എങ്കിൽ ഞാൻ അങ്ങയുടെ ഭാര്യയെ വിഴുങ്ങാതിരിക്കാം. എന്തു പറയുന്നു? ഗത്യന്തരമില്ലാതെ രാജാവ് അതിന് സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വ്യവസ്ഥ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. 7 ദിവസം കഴിഞ്ഞ് എൻ്റെ രാജധാനിയിൽ വരിക. ബ്രാഹ്മണ ബാലൻ്റെ ശിരസ് വെട്ടി നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട്. രാജാവിനെ ഇപ്രകാരം പ്രതിജ്ഞാബദ്ധനാക്കിയതിന് ശേഷം രാക്ഷസൻ അവൻ്റെ നിശാപര്യടനത്തിനായി അവിടെ നിന്ന് പോയി. അടുത്ത പ്രഭാതത്തിൽ രാജാവ് പത്നി സമേതം രാജധാനിക്ക് മടങ്ങുകയും ചെയ്തു. കൊട്ടാരത്തിലെത്തിയ ഉടൻ അവൻ മന്ത്രിയെ അരികിൽ വിളിച്ച് സർവ്വവിവരങ്ങളും അദ്ദേഹത്തെ ധരിപ്പിച്ചു. മന്ത്രി ഏറെ നേരം ചിന്താമഗ്നനായിരുന്നതിന് ശേഷം രാജാവിനെ ആശ്വസിപ്പിച്ചു. അവൻ 7ാം ദിവസമല്ലേ വരുന്നത്? വരട്ടെ, ദൈവം കരുണാമയനല്ലേ. അദ്ദേഹം തന്നെ എല്ലാം നേരെയാക്കും. ഇപ്രകാരം രാജാവിനെ ആശ്വസിപ്പിച്ച ശേഷം മന്ത്രി രഹസ്യമായി 3 തൂക്കമുള്ള ഒരു സ്വർണപ്രതിമ നിർമ്മിച്ച് അതിൽ നവരത്നങ്ങൾ പതിച്ച് അലങ്കരിച്ചു. അത് ഒരു നാൽക്കവലയിൽ കൊണ്ടുപോയി വെച്ച്
കാവൽക്കാരെ ഏർപ്പെടുത്തിയ ശേഷം അയൽവാസികളെ വിളിച്ച് ഇപ്രകാരം അറിയിച്ചു: ഈ പ്രതിമ പൊന്നു തമ്പുരാന്റെ വകയാണ്. 7 വയസ്സ് പ്രായമുള്ള ഒരു ബ്രാഹ്മണ ബാലന്റെ ശിരസ് വെട്ടിക്കൊള്ളാൻ അനുവദിക്കുന്ന ആൾക്ക് ഈ പ്രതിമ പ്രതിഫലമായി നൽകുന്നതാണ്. ആദ്യത്തെ 2 ദിവസം ഈ പ്രഖ്യാപനത്തിന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. 3-ാമത്തെ ദിവസം 3 പുത്രന്മാരുടെ പിതാവും പട്ടിണി കൊണ്ട് അസ്ഥിമാത്ര ശരീരനായി തീർന്നിരുന്നവനുമായ ഒരു ബ്രാഹ്മണൻ സ്വപത്നിയോട് പറഞ്ഞു: രാജാവിൻ്റെ വിളംബരം കേട്ടില്ലേ? നീ നിന്റെ മക്കളിൽ ഒന്നിനെ രാജാവിന് ഒരു ബലി നടത്താൻ വേണ്ടി നൽകുന്ന പക്ഷം ഒരു 3 തൂക്കമുള്ളതും നവരത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചതുമായ ഒരു സ്വർണ്ണ പ്രതിമ നമുക്ക് പ്രതിഫലമായി ലഭിക്കും. എല്ലാറ്റിലും ഇളയ മകനെ ഞാൻ എന്തായാലും വിട്ടുതരികയില്ല. ബ്രാഹ്മണ പത്നി തീർത്തു പറഞ്ഞു. കടിഞ്ഞൂൽ കുഞ്ഞിനെ ഞാനും വിട്ടുപിരിയുകയില്ല. അവൻ എൻ്റെ കർമ്മം ചെയ്യേണ്ടവനാണ്. ബ്രാഹ്മണനും ഖണ്ഡിച്ചു പറഞ്ഞു. ഇവരുടെ ഈ സംഭാഷണം കേട്ടുകൊണ്ടു നിന്ന 2-ാമത്തെ പുത്രൻ മുമ്പോട്ട് വന്ന് പറഞ്ഞു: അച്ഛാ, ഒരു തരത്തിലും സങ്കടപ്പെടരുത്. എന്നെ രാജാവിന് ബലി കഴിക്കാൻ നൽകിക്കൊള്ളുക. അതനുസരിച്ച് അടുത്ത ദിവസം രാവിലെ ബ്രാഹ്മണൻ തൻ്റെ 2-ാമത്തെ പുത്രനുമായി പ്രതിമ സ്ഥാപിച്ചിരുന്ന സ്ഥലത്തെത്തി. കുമാരനെ കാവൽക്കാരെ ഏൽപ്പിച്ച് പകരമായി പ്രതിമയും ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വഭവനത്തിലേക്ക് മടങ്ങി. കാവൽക്കാർ ഉടൻ തന്നെ ബാലനെ കൂട്ടിക്കൊണ്ടുപോയി മന്ത്രിയെ ഏൽപ്പിക്കുകയും ചെയ്തു. വ്യവസ്ഥ അനുസരിച്ച് 7-ാമത്തെ ദിവസം തന്നെ രാക്ഷസൻ കൊട്ടാരത്തിലെത്തി. രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ബലിക്കുള്ള സാധന സാമഗ്രികളെല്ലാം കൊട്ടാരത്തിലെ ദേവീ വിഗ്രഹത്തിന് മുമ്പിൽ ഒരുക്കപ്പെട്ടു. ബാലൻ്റെ ശിരസ് ഭക്ഷിക്കുവാനായി രാക്ഷസൻ ആർത്തിയോടെ നിലകൊണ്ടു. അനന്തരം ബ്രാഹ്മണ ബാലനെ വിഗ്രഹത്തിന് മുമ്പിലേക്ക് നീക്കി നിർത്തിയ ശേഷം അവൻ്റെ ശിരസ് ഛേദിക്കുവാനായി രാജാവ് വാൾ ചുഴറ്റി. ഈ ഘട്ടത്തിൽ എന്തൊരത്ഭുത സംഭവമാണ് ഉണ്ടായത്! കേവലം ഒരു നിശ്ചല പ്രതിമ പോലെ നിലകൊണ്ടിരുന്ന ബാലൻ ആദ്യം കുടുകുടെ ചിരിച്ചു. അനന്തരം വിങ്ങി വിങ്ങി കരഞ്ഞു. അടുത്ത നിമിഷത്തിൽ രാജാവിൻ്റെ വാൾ ബ്രാഹ്മണ ബാലൻ്റെ ശിരസ് ഗളത്തിൽ നിന്നും വേർപെടുത്തി. അവൻ്റെ ഗളനാളത്തിലൂടെ ചുടുനിണം കുടുകുടെ ഒഴുകി. ബാലൻ്റെ ശിരസ് അതിൽ കിടന്നു പിടച്ചു. ഇത്രയും കഥ പറഞ്ഞ ശേഷം വേതാളം ചോദിച്ചു: അല്ലയോ രാജാവേ, മരണസമയത്ത് ആരെങ്കിലും ചിരിക്കുന്നതായി അങ്ങ് കേട്ടിട്ടുണ്ടോ? തൻ്റെ ശിരസ് വെട്ടാൻ രാജാവ് വാൾ വീശിയപ്പോൾ ആ ബ്രാഹ്മണ ബാലൻ ആദ്യം ചിരിക്കുകയും പിന്നീട് കരയുകയും ചെയ്യാൻ കാരണമെന്താണ്? വിക്രമാദിത്യൻ പ്രതിവചിച്ചു: ബാലൻ ഏവം വിധമാണ് ചിന്തിച്ചത്. ശൈശവത്തിൽ ഒരു കുഞ്ഞിനെ അതിൻ്റെ അമ്മ പരിരക്ഷിക്കുന്നു. അത് വളർന്നു വരുമ്പോൾ അച്ഛൻ പരിരക്ഷിക്കുന്നു. നല്ല കാലത്തിലും കെടുകാലത്തിലും രാജാവ് പ്രജകളെ സംരക്ഷിക്കുന്നു. ഇതാണ് നിയതിയുടെ നിയമം. എൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ത്? ധനത്തിൻ്റെ പേരിലുള്ള അത്യാർത്തി മൂലം എൻ്റെ അച്ഛനും അമ്മയും എന്നെ പ്രതിഫലം വാങ്ങിക്കൊണ്ട് രാജാവിന് ബലിയായി നൽകി. രാജാവാകട്ടെ എൻ്റെ ശിരച്ഛേദം നടത്താൻ സന്നദ്ധനായി വാൾ ചുഴറ്റി നിൽക്കുന്നു. രാക്ഷസനാകട്ടെ എൻ്റെ ശിരസ് വിഴുങ്ങാനും രക്തം പാനം ചെയ്യാനും ആർത്തിയോടെ കാത്തു നിൽക്കുന്നു. അവർക്കാർക്കും തന്നെ കരുണലേശമില്ല. ഒരു നിരപരാധിയുടെ ജീവൻ ഖനിക്കുന്നതിൽ യാതൊരു വേദനയുമില്ല. ഇത്രയും കേട്ടയിടാൻ വേതാളം കെട്ടഴിച്ച് അവിടെ നിന്ന് കടന്നു. വിക്രമാദിത്യൻ പിന്തുടർന്ന് ചെന്ന് അവനെ ബന്ധിച്ചു കൊണ്ടുവരികയും ചെയ്തു. നന്ദി.